ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബൂമിംഗ് ബഡ്സ്. നമുക്കിന്ന് 4ാം ക്ലാസ്സിലെ മലയാളത്തിലെ തെയ്യത്തിന്തകോം എന്ന കവിതയും അതിന്റെ ആശയവും പഠിക്കാം. അതിനു മുൻപ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. കോവിഡ് കാലത്ത് നമ്മൾ കുറേ ദുരിതങ്ങളിലൂടെയും സങ്കടങ്ങളിലൂടെയും കടന്നുപോയ ഒരു കാലമാണല്ലേ. ആ ഒരു കോവിഡ് കാലത്തെ ആസ്പദമാക്കിയുള്ള ഒരു കവിതയാണ് ഇത്. കവിതയുടെ മുൻപ് നമുക്ക് ചെറിയൊരു ആമുഖം തന്നിട്ടുണ്ട്. കോവിഡ് രോഗം പടർന്നു പിടിച്ച കാലം. അന്ന് നമുക്ക് അടുത്തടുത്ത് നിൽക്കാൻ പോലും കഴിയുമായിരുന്നില്ല. എല്ലാവരും വീട്ടിൽ അടച്ചിരിപ്പായിരുന്നു. സ്കൂളില്ല, വാഹനങ്ങളൊന്നും ഓടുന്നില്ല, കടകളില്ല. ഒറ്റപ്പെടലിന്റെ ആ കാലത്തെ എങ്ങനെയാണ് നാം മറികടന്നത്? കുറെ അധികം ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു, കൂലിയില്ലാതായി. ഭക്ഷണത്തിനും മരുന്നിനും വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ. അതുപോലെ സ്കൂൾ പഠനം പോലും ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയായി. അങ്ങനെ ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരു കാലമാണ് കോവിഡ് മഹാമാരിയുടേത്. ഇനി നമുക്ക് ആ കവിത ഒന്ന് നോക്കാം. തെയ്യത്തിന്തക. തെയ്യത്തിന്തക 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 താനേനോ, തെയ്യത്തിന്തക 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 താനേനോ, കയ്യെത്തിക്കണ്ട മെയ്യെത്തിക്കണ്ട തന്നെത്താനെന്നു പാടിടാം. തെയ്യത്തിന്തക 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 താനേനോ, കൊന്ന പൂക്കണതെന്തിനാ, മഞ്ഞ് പെയ്യണതെന്തിനാ, കണ്ണീരുട്ടുകൾ മാറി നല്ലൊരു കാലം വന്നെന്ന് ചൊല്ലുവാൻ. തെയ്യത്തിന്തക 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 താനേനോ, തെയ്യത്തിന്തക 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 താനേനോ, ഇല്ലിക്കൊമ്പത്തെ കുഞ്ഞിപ്പക്കിയും പുള്ളം പാടണതെന്തിനാ, അന്തിയോളം അടച്ചിരുന്നാലുള്ള പൊഞ്ഞറുക്കിയും മാറുവാൻ. തെയ്യത്തിന്തക 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 താനേനോ, തെയ്യത്തിന്തക 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 താനേനോ, വെള്ളിക്കാശില്ല വെള്ളരിക്കയും എങ്ങനെ കാണി എങ്ങനെ, ചില്ലു കണ്ണാടി മുന്നിൽ ചെന്നിട്ട് നിന്നെ താനൊന്നു കാണണം. തെയ്യത്തിന്തക 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 താനേനോ, തെയ്യത്തിന്തക 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 താനേനോ, കമ്പിപ്പൂത്തിരി മത്താപ്പുമില്ലൊരു തുമ്പു കിട്ടാത്തൊരാന്തല, ഇത്തിരി കൂടി കാക്കടി നമ്മള് അക്കരയുടനെത്തുമേ. തെയ്യത്തിന്തക 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 താനേനോ, തെയ്യത്തിന്തക 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 താനേനോ. ആദ്യം തന്നിരിക്കുന്ന 4 വരികൾ വായ്ത്താരികളാണ്. വായ്ത്താരികൾ എന്ന് വെച്ചാൽ നമ്മുടെ പാട്ടിന് ഈണവും താളവും നൽകാൻ ഉപയോഗിക്കുന്ന അർത്ഥമില്ലാത്ത വരികളാണ് വായ്ത്താരികൾ. ആ ഒരു വരിക്ക് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഇനി അടുത്ത വരി നോക്കൂ. കയ്യെത്തി കണ്ട മെയ്യെത്തി കണ്ട തന്നെത്താനൊന്നു പാടിടാം. മെയ്യ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം, അതായത് നമ്മുടെ കൈയും ശരീരവും ഒന്നും എവിടെയും എത്തിക്കേണ്ട എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിനകത്ത് തന്നെ ഇരുന്നാൽ മതി, ആരുമായിട്ട് സമ്പർക്കം വേണ്ട. കോവിഡ് കാലത്ത് ആരെങ്കിലുമായി സമ്പർക്കം ഉണ്ടായാൽ തന്നെ അല്ലേ, രോഗങ്ങൾ പിടിപെടും. അപ്പോൾ അതൊന്നും വേണ്ട, വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് പാട്ട് പാടി ഇരിക്കാം എന്നാണ് പറയുന്നത്. അടുത്ത വരികൾ നോക്കൂ. കൊന്ന പൂക്കണതെന്തിനാ, മഞ്ഞു പെയ്യണതെന്തിനാ, കണ്ണിരുട്ടുകൾ മാറി നല്ലൊരു കാലം വന്നെന്ന് ചൊല്ലുവാൻ. പുറത്ത് നല്ല കൊന്നകൾ പൂക്കുന്നുണ്ട്, മഞ്ഞ് പെയ്യുന്നുണ്ട്, പ്രകൃതി ആകെ മാറി മറയുന്നുണ്ട്. ഇങ്ങനെ കൊന്ന പൂക്കുന്നതും മഞ്ഞ് പെയ്യുന്നതൊക്കെ എന്തിനാ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താ പറയുന്നത്? നമ്മുടെ കഷ്ടകാലങ്ങളെല്ലാം മാറി നല്ലൊരു കാലം വരികയാണ് എന്നാണ് പ്രകൃതി നമ്മളോട് പറയുന്നത്. അതിനു വേണ്ടിയാണ് കൊന്ന പൂക്കുന്നതും മഞ്ഞ് പെയ്യുന്നതും എല്ലാം. അപ്പോൾ നമ്മുടെ കോവിഡ് മൂലമുണ്ടാകുന്ന കഷ്ടതകളെല്ലാം മാറി നല്ല കാലം വരും എന്നാണ് ഈ വരികളിലൂടെ അർത്ഥമാക്കുന്നത്. അടുത്ത വരികൾ നോക്കിക്കേ. ഇല്ലിക്കൊമ്പത്തെ കുഞ്ഞിപ്പക്കിയും പുള്ളും പാടാണതെന്തിനാ, അന്തിയോളം അടച്ചിരുന്നാലുള്ള പൊഞ്ഞാറൊക്കെയും മാറുവാൻ. ഇല്ലിക്കൊമ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് മരത്തിന്റെ ചില്ലകളാണ്. അതിലിരുന്ന് പക്കി എന്ന് വെച്ചാൽ പക്ഷി. ആ മരത്തിന്റെ ചില്ലകളിൽ ഇരുന്ന് പക്ഷി ഇങ്ങനെ പാടുകയാണ്. അപ്പൊ എന്തിനാ ഇങ്ങനെ പാടുന്നതെന്ന് ചോദിക്കുമ്പോ എന്താ പറയണേ? അന്തിയോളം, അന്തി എന്ന് വെച്ചാൽ സന്ധ്യയാകുന്നത് വരെ നമ്മളിങ്ങനെ വീട്ടിന്റെ അകത്ത് തന്നെ അടച്ചിരിക്കല്ലേ, പുറത്തൊന്നും നമുക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന്റെ ആ ഒരു മടുപ്പ് മുഷിച്ചിലൊക്കെ മാറാൻ വേണ്ടിയാണ് ഈ പക്ഷി ഇങ്ങനെ പാടുന്നത്.
അടുത്ത വരികൾ വെള്ളിക്കാശില്ല വെള്ളരിക്കയും എങ്ങനെ കണി എങ്ങനെ ചില്ലു കണ്ണാടി മുന്നിൽ ചെന്നിട്ട് നിന്നെ താനൊന്നു കാണണം. നമ്മള് വിഷുവിന് എല്ലാവരുടെയും വീട്ടിൽ വിഷുക്കണി വെക്കാറുണ്ടല്ലേ? ആ ഒരു കാര്യത്തെയാണ് ഇതിൽ പറയുന്നത്. വിഷുക്കണിയിൽ എന്തൊക്കെ വെക്കും? വെള്ളരി, മത്തൻ, കുമ്പളൻ അങ്ങനെ തുടങ്ങിയ വിവിധ ഇനം പച്ചക്കറികളും പഴങ്ങളും നാണയങ്ങളും തുടങ്ങിയ നമ്മുടെ സമ്പൽ സമൃദ്ധിയുടെ ഒരു ഒരുക്കം തന്നെയാണല്ലേ വിഷുക്കണി ഒരുക്കൽ. പക്ഷേ കോവിഡ് കാലത്ത് നമുക്ക് ഇതിനൊന്നും കഴിഞ്ഞിരുന്നില്ല. നമുക്ക് വേണ്ട പച്ചക്കറികളോ സാധനങ്ങളോ ഒന്നും ലഭിച്ചിരുന്നില്ല. അതുപോലെ കുറെ അധികം ആളുകളുടെ ജോലികൾ നഷ്ടപ്പെട്ടു, കൂലി ഇല്ലാതായി, വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരു സമയമായിരുന്നു. അപ്പോൾ കണി വെക്കാൻ ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ ഒരു ചില്ലു കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്ന് നീ നിന്നെ തന്നെ കണി കാണൂ എന്നാണ് കവി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത വരി കമ്പിപ്പൂത്തിരി മത്താപ്പുമില്ലൊരു തുമ്പും കിട്ടാത്തൊരാന്തല ഇത്തിരി കൂടി കാക്കടി നമ്മള് അക്കരയുടൻ എത്തുമേ. വിഷുവിന് വേണ്ട കമ്പിത്തിരിയും മെത്താപ്പും ഒന്നുമില്ല, ഒരു ആഘോഷങ്ങളോ ഒന്നുമില്ല എന്ന് പറയുമ്പോ എന്താ പറയണ? ഇത്തിരിയും കൂടി കാത്തിരിക്കേ, നമ്മള് ഉടനെ തന്നെ അക്കരെ എത്തും. അതായത് നമ്മുടെ ഇപ്പോഴത്തെ കഷ്ടപ്പാടുകളെല്ലാം തീർന്ന് നല്ലൊരു ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചെത്താൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഈ ഒരു വരിയിലൂടെ പറയുന്നത്. കോവിഡ് കാലത്ത് നമ്മൾ അനുഭവിച്ചിരുന്ന കഷ്ടതകളെല്ലാം ഈ ഒരു കവിതയിലൂടെ പറയാൻ കവി ശ്രമിച്ചിട്ടുണ്ട്. ഈ കവിത എഴുതിയത് BK ഹരിനാരായണൻ എന്ന എഴുത്തുകാരനാണ്. അപ്പോൾ കൂട്ടുകാരെ, തെയ്യത്തിന്തകം എന്ന ഈ കവിതയും കവിതയുടെ ആശയവുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്തത്. അപ്പോൾ ഇത് കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. നമുക്ക് ഈ കവിതയുടെ പ്രവർത്തനങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്